എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ട്. മഴ കിട്ടിയതുകൊണ്ടുള്ള ചെറിയൊരു ആശ്വാസമുണ്ട്. എന്നാൽ നമുക്ക് കഴിഞ്ഞ ഇതേ ജൂലൈ മാസത്തിലുണ്ടായിരുന്ന അതിൻ്റെ 1/3 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പകുതിയിൽ കുറവ് മാത്രമേ ഇപ്പോഴും നമ്മുടെ ജലസംഭരണികളിൽ വെള്ളമുള്ളൂ. എങ്കിലും പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിയത് തിരികെ കൊടുക്കുന്നു, കൂടുതൽ വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്നു അതാണ്. പിന്നെ മഴക്കാലത്ത് വരുന്ന ഇപ്പം ഇത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റും മഴയും ചില പ്രദേശങ്ങളിൽ പോസ്റ്റ് തകരുകയും ലൈൻ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ആത്മാർത്ഥമായിട്ട് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ കൂട്ടായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവനക്കാരുടെ എല്ലാം സഹകരണത്തോടെ. പ്രത്യേക കാര്യങ്ങൾ ചിലവുണ്ട്, അത് പരിഹരിച്ചു പോകും. ഇല്ല, അക്കാര്യം ആലോചിക്കും. ഞങ്ങൾക്കൊരു സാവകാശമാണല്ലോ, എല്ലാവരും നല്ല തിരക്കിലാണ്. ചെറിയ സാവകാശത്തിൽ UDF യോഗം ചേരും, APCCയുടെ നേതാക്കന്മാർ ആലോചിക്കും പരിഹാരം. ആ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ തീരുമാനങ്ങളെടുക്കും. വയനാട് ദുരന്തത്തിലെ വേദനിക്കുന്ന എല്ലാവരോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. മരണപ്പെട്ടവരുടെ കുടുംബത്തെ സഹായിക്കാനും പരിക്കേറ്റവരെ സഹായിക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണ നടപടികളെയും സ്വാഗതം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ UDF യോഗം വിളിച്ചു വരുത്താൻ സാധിക്കില്ല. വെടിഞ്ഞോ മണ്ണിനെ അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷേ മുന്നണിക്കുള്ളിൽ ഇതുവരെ അത് ചർച്ചയായിട്ടില്ല. അത്രയും വേഗം ചേരും. അതെ, സമയത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. നല്ല തിരക്കല്ലേ, അസംബ്ലി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പം നമ്മൾ 100 ദിന പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അവലോകനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട്